ഹായ് ഗൈസ്, മലയാളത്തിന്റെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം L2 ലൂസിഫർ 2 എമ്പുരാന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂക്ക പൃഥ്വിരാജിനോട് എമ്പുരാന്റെ ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ട്, ഇത്ര ചെറിയ പടമായിരിക്കും എന്ന് വിചാരിച്ചില്ല. നമുക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ പൃഥ്വിരാജോട് ചോദിച്ചാലും പൃഥ്വിരാജ് പറയുന്നത് ചെറിയ പടമാണ്, വളരെ ചെറിയ പടമാണ്. 400 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പടമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിലെ സ്ഥലങ്ങളിലായി ഷൂട്ട് ചെയ്തൊരു പടമാണ്. പിന്നെ നമ്മൾ ലാലേട്ടന്റെ തിരിച്ചു വരുവാണ്. കുറെ നാളായി ഒരു അടിപൊളി ഒരു സിനിമ നമുക്ക് കിട്ടിയിട്ട്, ഒരു എന്താ പറയുക, ലാലേട്ടന്റെ ഒരു എനർജിയുള്ള ഒരു പടം കിട്ടി കുറെ നാളായി. ഇതൊരു കംബാക്ക് ആവട്ടെ ലാലേട്ടന്. ലൂസിഫർ എന്നുള്ള ഫസ്റ്റ് പൃഥ്വിരാജ് ഡയറക്ഷനിൽ വരുന്ന പടം അത്ര ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഓളം കൊണ്ട് തന്നെ രാജുവേട്ടന്റെ നെക്സ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. അതുകൂടാതെ ലൂസിഫറിന്റെ സീക്വൽ പറയുമ്പോൾ അയ്യോ, എല്ലാരും കോരി തെച്ച് ഇത് കാണാൻ കാത്തിക്കുന്ന സിനിമയാണ്. നമ്മളിപ്പോ ബാഹുബലി ഒക്കെ ഇറങ്ങി, ഫസ്റ്റ് ഇറങ്ങി, സെക്കൻഡ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, ആ ഒരു വെയിറ്റിംഗ് ഉണ്ട് ഈ പടത്തിൽ. ഒരു എല്ലടിച്ചിരിക്കുവാണ് ഇതിന്റെ ഒരു സെക്കൻഡ് സീക്വൽ എമ്പുരാൻ കാണാനായിട്ട്. അപ്പൊ അതിന് ടീസർ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റിയാക്ട് ചെയ്ത് ബാക്കി സംസാരിക്കാം. വായോ, പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ്. നോർത്തേൺ ഇറാഖ്. ഓ, അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ഭാസ്കരൻ. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ നിനക്ക് സഹായം ചോദിച്ചില്ല ഒരാളെ ഉണ്ട്, സ്റ്റീഫൻ. സ്റ്റീഫൻ നെടുമുള്ളിന് വണ്ടി, കാറ്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He is the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Quraysh Brown Nexus in one place. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവ്, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. Abraham, Qureshi, Abraham. I hear gunshots. We're moving in. Abraham. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार आएगा. രാജുവേട്ടൻ ടീസർ ആയിട്ടുണ്ട്. ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ലൂസിഫറിലെ ഡയലോഗുകളിലൊക്കെ വരുന്നുണ്ട്. നിനക്ക് ആരും ഇല്ലാ തോന്നുമ്പോ നിനക്ക് ഉണ്ടാവും, സ്റ്റീഫൻ നെടുമുള്ളി ഉണ്ടാവുള്ളൂ എന്നുള്ള മഞ്ജു വാര്യരോട് അച്ഛൻ പറയുന്ന ഡയലോഗെല്ലാം വെച്ച് ലൂസിഫറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടീസറിൽ. പിന്നെ ഇന്ദ്രയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും. ഓ, ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടീസറിലെ പോർഷൻ കിട്ടു അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഓറയുണ്ട്, ഒരു എനർജി ഉണ്ട്, അത് എവിടേക്കോ മിസ്സിംഗ് ആണ്. അത് ഇതിലൂടെ പൃഥ്വിരാജ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് ലൂസിഫറിൽ കണ്ടു. എന്റെ അമ്മോ, നമ്മൾ മുന്നേ കണ്ടു മറന്ന സ്ഫടികത്തിലെ 6-ാം തമ്പുരാനിലെ ഒരു ലാലേട്ടന്റെ ആ ഒരു പ്രസരിപ്പ് നമ്മൾ ലൂസിഫറിൽ കണ്ടിട്ടുണ്ട്. അത് ലൂസിഫറിൽ തിരിച്ചുകൊണ്ട് രാജുവേട്ടനിൽ ഇരട്ടി കൊണ്ടുവരാൻ പറ്റും. പൃഥ്വിരാജിലെ നടൻ അടിപൊളിയാണ്, പക്ഷെ അതിൽ ഒരു പടി മുകളിലാണ് പൃഥ്വിരാജിലെ ഡയറക്ടർ. അത് ഫസ്റ്റ് പടത്തിൽ പൊളിക്കാൻ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര പണി അറിയാം, ഇതിലും മേലെ ഞാൻ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്റെ കയ്യിലുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു ഹൈലൈറ്റ് ആണ് ഈ പടത്തിന്റെ വെയിറ്റിങ്ങിന് വേണ്ടി. ലാലേട്ടൻ കാല് മടക്കി കുത്തി പോലീസാണ് ചവിട്ടുന്ന ഒളിമ്പ്യൻ അന്തോണി ആന്തത്തില്. ആ ഒരു ഷോർട്ട് സീനൊക്കെ റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു എനർജി നമ്മൾ ഈ ലൂസിഫറിൽ കണ്ടതാണ്, ആ സീനിൽ നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ എന്താണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് പോസിറ്റീവ് ഏരിയാസ്, എങ്ങനെ അത് എടുക്കാമെന്നൊക്കെ അറിയുന്ന ഒരു ഡയറക്ടറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രായം എന്നുള്ളത് ഒരു നമ്പർ മാത്രമാവും. ഇതിലും അടിപൊളിയായ ഒരു സാധനം നമുക്ക് കിട്ടും എന്ന് ഈ ഒരു ടീസർ ഒരു പ്രോമിസിങ് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ജു വാര്യർ ഇതിലുണ്ട് തോന്നുന്നു. മഞ്ജു വാര്യരുടെ ബാക്ക് ഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ടോവിനോ തോമസ് ഉണ്ട്. പോസ്റ്റർ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. രാജുവേട്ടൻ്റെ ഒരു എൻട്രി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ തീ കത്തുന്ന ഇടയിലൂടെ ഇങ്ങനെ ഒരു ഗ്ലിംസ് ഫുള്ളായിട്ട് കാണിക്കാതെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് പോർഷൻ ടീസറിന്റെ ലാസ്റ്റ് വരുന്ന സംഭവം. ഇല്ല, ആദ്യം കാണിക്കുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാർ ഷെഡില് കവർ ചെയ്ത് വെച്ചിട്ട് കാണുന്നുണ്ട്. മിക്കവാറും സ്റ്റീഫൻ നെടുമ്പള്ളിനെ നമ്മൾ ലൂസിഫറിൽ കണ്ടതിന് വെച്ച് കഴിഞ്ഞു. ഇതിൽ നമ്മൾ കാണാൻ പോകുന്ന അബ്രാം ഖുറേഷി അബ്രാമിനെ മാത്രമായിരിക്കും. ഈ ടീസറിൽ നമ്മൾ സ്റ്റീഫനെ കണ്ടിട്ടേ ഇല്ല, അബ്രാമിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ശരിയായ സ്റ്റോറി റിവീൽ ചെയ്യാൻ പോകുന്ന തോന്നുന്നു. ഫുള്ളി ഇതൊരു ടോട്ടലി ഖുറേഷി അബ്രാമിന്റെ ഷോ ആയിരിക്കും. ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട് ഈ ഒരു പടം കാണാനായിട്ട്. ഇതിന്റെ ട്രെയിലറിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇതിൽ കൂടുതൽ സംഭവങ്ങൾ, ഇതിൽ കൂടുതൽ ക്ലൂ ട്രെയിലർ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു നമ്മളിപ്പോൾ കണ്ട പോസ്റ്ററിനൊക്കെ സിമിലർ ആയ കുറച്ച് ഷോട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടീസർ. അതിലും കൂടുതൽ കിട്ടാനുണ്ട്. അത്ര സാധനം തന്നിട്ടില്ല, വരാനുണ്ട് അത്ര സംഭവങ്ങൾ. നല്ലൊരു ഇന്റർനാഷണൽ ലെവൽ ഷോട്ടുകളും സംഭവങ്ങളൊക്കെ ഈ ടീസറിൽ കാണുന്നുണ്ട്. അമ്മയെ ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട് കേട്ടാ. പൃഥ്വിരാജ് എന്നുള്ള ഒരു ഡയറക്ടർ ഇനിയും കാണാനുണ്ട്. അത്ര ഇഷ്ടംപോലെ സംഭവങ്ങൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ ലൈക്ക പ്രൊഡക്ഷൻസിനോട് ചേർന്നിട്ടാണ് എമ്പുരാൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെ പൃഥ്വിരാജിനോട് രജനീകാന്തിന് വേണ്ടി ഒരു സ്റ്റോറി ഉണ്ടാക്കും, ഒരു സിനിമ ചെയ്യൂന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കിടക്കുന്നത് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഇദ്ദേഹത്തിന്റെ ഡയറക്ഷന് വേണ്ടി രജനീകാന്ത് ഫിലിമിനായിട്ട്, തലൈവർ ഫിലിമിനായിട്ട് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ രാജുവേട്ടനിലെ ഡയറക്ടറിന്റെ ഒരു വളർച്ച തുടങ്ങിയതേ ഉള്ളൂ. അതിൽ ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. അത്ര ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നും കൂടി, അതായത് അഭിനയിക്കുന്നുണ്ടെന്നും കൂടി രാജുവേട്ടൻ ഈ ഒരു ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏത് പടാണെന്നുള്ളൊരു വെയിറ്റിംഗ് കൂടി ഉണ്ട്. പിന്നെ ലൂസിഫർ 3 ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 1 വന്നപ്പോൾ 2നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ 1 കഴിയുമ്പോൾ നമുക്കറിയാം 2ന്റെ ഒരു സീക്വൽ എക്സ്പെക്ടിങ് ആണ്. 2 കഴിയുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. 3 വരാനുണ്ട്. 2ന്റെ വിജയം അനുസരിച്ച് 3 ഡിസൈഡ് ചെയ്യുന്ന രാജുവേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊരു സീക്വലായി പോട്ടെ. ഭയങ്കര ഒരു മലയാളത്തിന് ഒരു ബിഗ് ബഡ്ജറ്റ് ഹെവി മാസ് സീക്വൽ കിടു സംഭവം. അത് രാജുവേട്ടന്റെ ഡയറക്ഷൻ, ലാലേട്ടൻ നായകനായിട്ട് പോട്ടെ. ഇതൊക്കെ മുന്നോട്ട് കുതിക്കട്ടെ. നമുക്ക് 2നായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. 2 ഏത് ലെവലായിരിക്കും എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട്. ലൂസിഫർ അമ്മാതിരി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടീച്ചർ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടീച്ചർ? എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെ ഉണ്ടാവും രാജുവേട്ടന്റെ ഡയറക്ഷൻ? സിനിമ എങ്ങനെ ഉണ്ടാവും? പൊളിക്കൂലേ? എല്ലാം കമന്റ് ചെയ്യണേ. നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിലും രാജുവേട്ടൻ ഫാൻ ആണെങ്കിലും താഴെ കമന്റ് ചെയ്യണേ. പിന്നെ കമന്റ്സ് വേഗം പോരട്ടെ. ലേറ്റ് ആക്കണ്ട, വേഗം പോരട്ടെ. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷെയർ നെക്സ്റ്റ് ടൈം കാണാം.